ഒരു കുളം നന്നാക്കാൻ നോക്കി ലക്ഷങ്ങൾ കുളമാക്കിയ സംഭവത്തിലേക്കാണ് ഇനി പോകുന്നത്. മലപ്പുറം പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ആനറക്കുളം നാട്ടുകാർക്ക് ഗുണമാകാൻ വേണ്ടി സ്വകാര്യ വ്യക്തികൾ പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. കുളം നന്നാക്കാനെന്ന പേരിൽ പഞ്ചായത്ത് ചെലവാക്കിയത് ഒന്നും രണ്ടുമല്ല 75 ലക്ഷം രൂപയാണ്. ഇത് കഴിഞ്ഞിട്ട്, ഈ നിർമ്മാണം കഴിഞ്ഞിട്ട് അധികകാലമായിട്ടില്ല. പക്ഷേ കെട്ടിടിഞ്ഞ് കുളം നാശമായിരിക്കുകയാണ്. പൊതുപണം വെള്ളത്തിലാക്കിയിരിക്കുന്നു. എന്തിനീ പാഴ്വേല എന്നാണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാർ ചോദിക്കുന്നത്. ഇനി എത്ര ലക്ഷങ്ങൾ ഇമ്മട്ടിൽ ഇന്നാട്ടിൽ ഇതുപോലെ കൊണ്ടുപോയി കളയാനുണ്ടോ എന്നാരെങ്കിലും ഗവേഷണം നടത്തുന്നുണ്ടോ എന്നാണ് ഇമ്മാതിരി സംഭവങ്ങൾ കാണുമ്പോൾ ഓർത്തുപോകുന്നത്. 2 വർഷം മുമ്പ് 75 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച കുളത്തിനാണ് ഇന്ന് ഈ ദുർഗതി. സ്വകാര്യ വ്യക്തികൾ പഞ്ചായത്തിന് 5 വർഷം മുൻപ് വിട്ടുകൊടുത്തതാണ് ആനറക്കുളം. കരിങ്കല്ല് കൊണ്ട് കുളത്തിന്റെ 3 വശങ്ങളിലായി നിർമ്മിച്ച ഭിത്തിയാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഭിത്തി മണ്ണിനടിയിലേക്ക് താഴുന്നുമുണ്ട്. കുട്ടാടൻ പാടശേഖരത്തോട് ചേർന്നുള്ള ഭിത്തിയാണ് കൂടുതലും താഴ്ന്നു കിടക്കുന്നത്. കുളത്തിനോട് ചേർന്നുള്ള പാടശേഖരത്തും വിള്ളൽ വീണു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന ആരോപണമുണ്ട്. ജലസേചനത്തെയും കാർഷിക മേഖലയും തകർക്കുന്നതായി ഈ അവസ്ഥ മാറിയെന്നും പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ. അശാസ്ത്രീയമായ നിർമ്മാണം ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ടവരെല്ലാം അറിയിച്ചിരുന്നെങ്കിലും അതൊന്നും മുഖവരക്കെടുക്കാതെ കരാറുകാരും മൈനർ ഇറിഗേഷൻ വകുപ്പും ചെയ്ത ഒരു പ്രത്യേക കാഴ്ചപ്പാടോട് കൂടെ ഇല്ലാത്ത ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ദുരന്തം അവിടെ സംഭവിച്ചത്. ഈ ദുരന്തം പ്രദേശത്ത് കൃഷി ചെയ്യുന്ന അവരെ മൊത്തം ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇതിന്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. 75 ലക്ഷം മുതൽ മുടക്കിൽ നിർമ്മിച്ച കുളത്തിന് 2 വർഷമേ ആയുസ്സുണ്ടാവുകയുള്ളൂ എന്നത് സ്വാഭാവികമായ സംശയമാണ്. നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി പുതിയ പഞ്ചായത്ത് ഭരണസമിതി സംശയിക്കുന്നു. ഭരണസമിതി യോഗത്തിൽ വിഷയം അവതരിപ്പിക്കാനാണ് തീരുമാനം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊന്നാനി ഇറിഗേഷൻ AE കുളം സന്ദർശിച്ചിട്ടുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് കുളത്തിലേക്കുള്ള പ്രവേശനത്തിന് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മിക്കുന്ന സമയത്ത് നന്നായി നിർമ്മിച്ചിരുന്നെങ്കിൽ ഈ നിയന്ത്രണമൊക്കെ വേണ്ടിവരുമായിരുന്നോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. പൊതുജനം കഴുതയല്ല സാർ. ഷാജി പൊയ്കയിൽ പറയുന്നു, ഇത്തരത്തിലുള്ള ഈ സർക്കാരിൻ്റെ ഒരുപാട് ലക്ഷങ്ങൾ ഇതുപോലെ പല വികസന പദ്ധതികൾക്കുമായി ചെലവഴിക്കുന്നു, കുളമാക്കുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഈ ആനറക്കുളം 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. പക്ഷേ 2 വർഷമാകുന്നതിന് മുമ്പ് തന്നെ ഈ കുളം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുളമായിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണം. അത് പല സ്ഥലങ്ങളിലും അതിൻ്റെ ആ നിർമ്മാണത്തിന്, ആ നിർമ്മിതിക്ക് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനം മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.